സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞ പ്രസാദവും അതിൻ്റെ കൂടെ ഒരു ചരട്ടും രാധയുടെ കൈ കൊടുക്കുവാണ് കേട്ടോ. അതെ, കുട്ടി പറഞ്ഞതുപോലെ എല്ലാ പൂജകളും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിവിടുത്തെ ഒരു ആചാരോ, ഈ ചരട് കണ്ടോ, അത് കുട്ടി അനിയത്തിനെ ഏൽപ്പിക്കണം. എന്നിട്ട് അനിയത്തിയോട് തന്നെ ഭർത്താവിൻ്റെ കൈ കെട്ടിക്കൊടുക്കാൻ പറയണം. ഈ ചരട് ഭാര്യ ഭർത്താവിൻ്റെ കൈ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയോട് ഭർത്താവിനുള്ള സ്നേഹം ഇരട്ടിയാകും. ആണോ? ഞാൻ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാൽ ശരി തിരുമേനി, ഞാൻ ഇറങ്ങട്ടെ, അവർക്കിപ്പോൾ ഇറങ്ങാൻ തുടങ്ങിക്കാണും, ഞാൻ വേഗം അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് വേഗം പോകുവാണ്. ഈ സമയം വരുൺ യശോദയോടും ദേവനോടും മുത്തശ്ശിയോടും പ്രിയങ്കയോടും അങ്ങനെ എല്ലാവരോട്ട് സംസാരിക്കുവാണ് കേട്ടോ. വരുൺ പറയണേ, ഞാനും പ്രിയങ്കയും തമ്മിൽ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ പ്രിയങ്കയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുമാത്രമേ ഉള്ളൂ. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്തു. ഞാനിപ്പോൾ തന്നെ പ്രിയങ്ക ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുക. എല്ലാവരും വിഷമിപ്പിച്ചതിൽ സോറി കേട്ടോ. അന്നേരം ദൈവം പറഞ്ഞേ, അതൊന്നും സാരമില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചില വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഭർത്താക്കന്മാർ തന്നെ ഭാര്യമാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന കാലമല്ലേ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം. അന്നേരം യശോദയും പറയുന്നുണ്ട്, അതെ, സത്യം പറഞ്ഞാൽ കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഞങ്ങൾ നാട്ടിൻപുറത്തുള്ളവർക്ക് കെട്ടിച്ചുവിട്ട പെൺമക്കൾ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മനോഭാരവും. അയൽപ്പക്കത്തുള്ളവരും മറ്റുമൊക്കെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു എത്തില്ലേ, അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കണ്ടേ മോനെ. പിന്നെ പ്രിയങ്കയുടെ സ്വഭാവത്തിൽ കുറച്ച് പക്വതക്കുറവുണ്ട്. അതിൻ്റേതായ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. അന്നേരം പറഞ്ഞേ, അതൊന്നും സാരമില്ലമ്മേ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ സമയം മുത്തശ്വരനെ, എന്താണെങ്കിലും ഈ പ്രശ്നം ഇതോടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കാര്യം നമ്മളാരും വീണ്ടും സംസാരിക്കേണ്ട. ഈ ഒരു കാര്യം അങ്ങ് മറന്നു കളയണം. ഇനി നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അങ്ങനെ വരുൺ ചിരിച്ചുകൊണ്ട് അവിടേക്ക് ചുറ്റും നോക്കുവാണ് കേട്ടോ. പെട്ടെന്നായിരിക്കും ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോ കാണുന്നത്. അങ്ങനെ ആ ഫോട്ടോ കണ്ട് വരുൺ അതിലേക്ക് തന്നെ നോക്കുവാണ് കേട്ടോ. ഈ സമയം ഇത് കാണുന്ന പ്രിയങ്കയും മുത്തശ്ശിയും യശോദയും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ വരുൺ എണീറ്റ് ആ ഫോട്ടോയുടെ അരികിലേക്ക് പോയി നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അന്നേരം ദേവൻ ചോദിക്കണേ, എന്തു പറ്റി മോനെ? അല്ല അച്ഛാ, ഈ കുട്ടി ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ വിഷയം മാറ്റാൻ നോക്കുക. അല്ല, സമയമില്ലേ, നമുക്ക് ഇറങ്ങണ്ടേ? മോൻ കുറേ നേരമില്ലേ കാത്തു നിൽക്കുന്നത്? പ്രിയങ്ക മോളെ ചെല്ലും. അന്നേരം വരൻ വീണ്ടും ചോദിക്കണേ, അല്ലച്ചാ, ഈ കുട്ടി ഇപ്പോൾ എവിടെയുള്ളത്? ഈ സമയം ദേവൻ പറയണേ, മോനിത് എന്ത് ചോദിക്കുന്നത്? ഇവളെവിടെ പോകാനാ? ഇവളിവിടെ തന്നെയാണ് ഉള്ളത്. ഈ സമയം തന്നെ അമ്പലത്തിൽ നിന്ന് രാധിക തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ രാധിക പിന്നെ അമ്പലം വഴി അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഇതേ സമയം വരണാണെങ്കിൽ രാധികയോട്, താൻ എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് അന്ന് കാട്ടിൽ നിന്ന് ഗുണ്ടകളുടെ ഇന്ന് രക്ഷിച്ചപ്പോൾ വരുൺ ചോദിച്ചില്ലേ, ആ കാര്യമൊക്കെ വരുൺ ഓർക്കുവാണ്. പിന്നീട് ഒരിക്കൽ വരുൺ വീട്ടിൽ വന്ന് രാധിക അന്വേഷിച്ചപ്പോൾ മുത്തശ്ശിയും യശോദയും കൂടി രാധിക ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുൺ ഓർക്കുവാണ് കേട്ടോ. എന്നിട്ട് വരുൺ ചോദിക്കണേ, അല്ല അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ജോലി മതിയാക്കി പോയോ? അന്നേരം ദേവൻ പറഞ്ഞേ, ജോലിയോ? എന്ത് ജോലി മോനെ? അതിൻ്റെ മൂത്ത മോളാ രാധിക. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ഞാനെന്നൊരിക്കൽ ഇവിടെ വന്നപ്പോഴേ മുത്തശ്ശി അമ്മയും പറഞ്ഞിരുന്നു അതിവിടുത്തെ ജോലിക്കാരിയാണെന്നും ജോലി നിർത്തിപ്പോയെന്നും. ഈ സമയം ദേവനാണെങ്കിൽ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, അത് പിന്നെ ഞാനായിട്ട് പറഞ്ഞതല്ല, ഇവിടെ മോൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അവളെ കണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചതാ. പിന്നെ ഞാനും അത് മാറ്റാൻ പോയില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ രാധികയെ ഞങ്ങൾ എടുത്തു വളർത്തിയതാ. പിന്നെ മോൻ്റെ ഉള്ളിലും ആ ധാരണയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അതാ മാറ്റേണ്ടെന്ന് വിചാരിച്ചത്. അന്നേരം ദേവൻ വരുണിനോട് ചോദിക്കണേ, അല്ല മോൻ ഇതുവരെ രാധികയെ കണ്ടിട്ടില്ലേ? ഈ സമയം വരുൺ പറയണേ, വിവാഹത്തിന് ശേഷം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ കരുതി ജോലി മതിയാക്കി ഈ കുട്ടിയോട് നിന്ന് പോയിട്ടുണ്ടാകുമെന്ന്. ഈ സമയം ദേവൻ പറയണേ, ഇല്ല, അവൾ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ പലതവണ ഇവിടെ വന്നപ്പോഴും അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വിരുന്നിന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ? അപ്പോഴും രാധിക ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം. അതൊക്കെ കിട്ടി വരുൺ അങ്ങ് ഷോക്കാകുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, എന്നാലും ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാതെ പോയല്ലോ. അല്ല ഇപ്പോൾ ഇവിടെ ഉണ്ടോ ആള്? പിന്നല്ലാതെ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം മോളെ രാധികയും. ഈ സമയം മുത്തശ്ശി പറയണേ, അല്ല പോകാൻ സമയമില്ലേ, നമുക്ക് ഇറങ്ങണ്ടേ? വരുൺ കുറേ നേരമില്ലേ കാത്തു നിൽക്കുന്നു. അന്നേരം ദൈവം പറയണേ, രാധികയും കൂടി ഒന്ന് വിളിക്കട്ടെ. മോളെ രാധികയെ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുവാണ്. അങ്ങനെ രാധിക പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം രാധികയെ കണ്ട് വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. എന്താ അച്ഛാ? അന്നേരം ദൈവം പറയണേ, മോളെ വരുണുണ്ടല്ലോ, വിവാഹത്തിന് ശേഷം നിന്നെ കണ്ടിട്ടേ ഇല്ലെന്ന്. ഇവളെ പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഇവള് ഏത് നേരത്തും അടുക്കളയിൽ തന്നെ ആയിരിക്കും. ആരെങ്കിലും വന്നാൽ പിന്നെ ഒളിച്ചും പാത്തും അങ്ങ് നിൽക്കേത്തുള്ളൂ, മുമ്പത്തേക്ക് വരില്ലെന്നേ.
അല്ല, വരുൺമോൻ കണ്ടില്ലെന്ന് കരുതി മോളല്ലേ വരുൺമോൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? മോളുടെ അനിയത്തിയുടെ ഭർത്താവല്ലേ? എന്നിട്ട് മോള് കണ്ടില്ല എന്ന് വെച്ചാൽ അന്നേരം രാധിക പറഞ്ഞേ, അല്ലച്ച ഞാൻ കണ്ടിരുന്നു. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ രാധികെ, എൻ്റെ തൊണ്ടയ്ക്ക് വല്ലാത്തൊരിത്, കുറച്ച് ചൂടുവെള്ളം എടുത്ത് തരാമോ? ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, പ്രിയങ്കി നീ വേഗം ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യും. അങ്ങനെ പ്രിയങ്ക റൂമിലേക്ക് പോകുവാണ്. റൂമിലെത്തുന്ന പ്രിയങ്ക ടെൻഷനോട് കൂടി നിൽക്കുക. ഈശ്വര, സ്വർണ്ണമല്ല ഞാൻ ശരത്തിൻ്റെ കൊടുത്തു വിട്ടല്ലോ. ഇനി കണിമംഗലത്ത് കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വരനോടാണെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ടുമില്ല. പോവാതിരുന്നാലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. അന്നേരം മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുവാം. എന്നാലും മോളെ, നമ്മൾ ഇത്ര നാൾ അവളെ വരൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അവസാനം അവനെല്ലാം കണ്ടെത്തിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ല, നിൻ്റെ മുഖത്തുനിന്ന് ഒരു ടെൻഷൻ പോലെ. അല്ല മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുക. ഈ സമയം ഇത് കേട്ട് യശോദ അങ്ങോട്ട് വരിക. ദേ ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയുടെ ബാഗിലേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഈ സമയം ചോദിക്കണേ, അല്ല സ്വർണ്ണം ഇവിടെ? അത് പിന്നെ അമ്മേ, സ്വർണം എന്ന് പറഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ പരിങ്ങി നിൽക്കുമായിരിക്കും. ഈ സമയത്താണ് രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. സ്വർണം താ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ ആ സ്വർണവുമായിട്ട് രാധിക അവിടെ എത്തുവാണ് കേട്ടോ. എന്നിട്ട് രാധിക പറയണേ, ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോൾ ഈ പൊതി താഴെ കിടക്കുമായിരുന്നു. ഇവളത് സൂക്ഷിക്കാതെ വെച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അവിടെ നിന്നെടുത്ത് അച്ഛൻ തലമാരി കൊണ്ടുപോയി പൂട്ടി വെച്ചു. അതെന്താണെങ്കിലും നന്നായി മോളെ എന്ന് പറഞ്ഞ് യശോദ ആ സ്വർണം വാങ്ങുവാണ്. ഈ സമയം പ്രിയങ്ക ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം രാധിക മുമ്പ് നടന്ന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. പ്രിയങ്ക ശരത്തും കൂടി രാത്രി സംസാരിച്ചുകൊണ്ടിരുന്ന ആ കാര്യം കണ്ട അന്ന് രാത്രി തന്നെ പ്രിയങ്ക റൂമിലില്ലാത്ത തക്കത്തിന് രാധിക റൂമിൽ വന്ന് പ്രിയങ്കയുടെ ബാഗിലുള്ള സ്വർണ്ണമെല്ലാം മാറ്റിയിട്ട് പകരം അതേപോലത്തെ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ ആ പൊതിയിൽ പൊതിഞ്ഞിട്ട് പ്രിയങ്കയുടെ ബാഗിൽ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് രാധിക ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം യശോദ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, അല്ല നീ ഇതെന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നീ ഇപ്പം പോ, വരുണും പ്രിയങ്ക മോളും ഒന്ന് പൊക്കോട്ടെ, എന്നിട്ട് നിന്നെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക്. അങ്ങനെ രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് രാധിക പിന്നെ അപ്പുറത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും കേട്ടോ വരുൺ അവിടെ കാത്തു നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയുടെ കൈ കയറി പിടിക്കുക. വരുൺ വിട്, ആരെങ്കിലുമൊക്കെ കാണും. അന്നേരം വരുൺ പറയണേ, ഇനിയും മതിയാക്കാനായില്ലേ തൻ്റെ ഒളിച്ചുകളി? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയില്ലേ? പ്രിയങ്കയുടെ ചേച്ചിയാണ് താൻ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്? എത്ര തവണ ഞാൻ തന്നോട് ചോദിച്ചു, എന്നിട്ടും എന്തിനാ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്? അന്നേരം രാധിക പറയണേ, വരുൺ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എൻ്റെ അനിയത്തിയ പ്രിയങ്ക, അവളെ എനിക്കൊരിക്കലും വേദനിപ്പിക്കാനായിട്ട് പറ്റില്ല. എടോ, ഇനിയെങ്കിലും ഈ സത്യങ്ങൾ എല്ലാവരും അറിയിക്കണം. ഞാനിതെല്ലാവരോടും പറയാൻ പോകുക. അന്നേരം രാധിക അപേക്ഷിക്കുക, വരുൺ പ്ലീസ്, ഇതൊരിക്കലും ആരും അറിയരുത്. അച്ഛനും അമ്മ അറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കുടുംബത്തോടും വലിയൊരു കടപ്പാടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവും. ദയവ് ചെയ്ത് വരുൺ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് അച്ഛനും അമ്മയെ വിഷമിപ്പിക്കരുത്. അച്ഛനിങ്ങനൊരു വാർത്ത അറിഞ്ഞാൽ താങ്ങാനാവില്ല. അന്നേരം വരുൺ പറയണേ, എടോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെന്തിനാ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? എൻ്റെയും തന്നെ ജീവിതമാണ് ഇവിടെ നശിച്ചു പോകുന്നത്. ഇഷ്ടമല്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ എനിക്കും ഇഷ്ടമുള്ള എന്നെ മനസ്സിലൊളിപ്പിച്ച് തനിക്കും എത്ര നാളിങ്ങനെ ഒളിച്ച് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് രാധികയെ. അന്നേരം രാധിക വരുണിനെ തടയണേ, വേണ്ട വരുൺ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ സമയം മുത്തശ്ശി വരുണിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം രാധിക പറഞ്ഞേ, അയ്യോ മുത്തശ്ശി, വരുൺ വേഗം ചെല്ല് എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് മാറി ചെടികളുടെ ഇടയിൽ പോയി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് വരുവാ. മോൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദേ അവിടെ പ്രിയങ്കമോൾ റെഡിയായി, വാ പോകണ്ടേ എന്ന് പറഞ്ഞ് വരുണിനെയും കൂട്ടി മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പോകാൻ നേരത്തും വരുൺ തിരിഞ്ഞ് രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം രാധിക പൊക്കോ പൊക്കോ എന്നുള്ള രീതിക്ക് കൈകൊണ്ട് ആക്ഷൻ ഇങ്ങനെ കാണിക്കുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.